ശിവരാജ് ഗോകുൽ ഇവിടെ ജൂലൈ 6, 2024 ഹൈക്കോടതി പറയുന്നുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? കേരള ഹൈക്കോടതി സെഡ് ദാറ്റ് ദ റെയിൽവേസ് വിൽ ഹാവ് ടു ബി റിഗാർഡ് ആസ് എ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ആസ് മോസ്റ്റ് ഓഫ് ദ വേസ്റ്റ് ഫൗണ്ട് ത്രൂ ഔട്ട് ദ ട്രാക്ക് സീംസ് ടു. അപ്പൊ തുടങ്ങി കഴിഞ്ഞല്ലേ? യെസ്, ഫ്രം ദിസ് മിനിറ്റ് ദിസ് സെക്കൻഡ് ഓൺലി ഇംഗ്ലീഷ്, നോ മലയാളം. ടു ബി ഫ്രം ദ ട്രെയിൻസ് എന്ന് പറയുകയാണ്. ഇന്നലെ നമ്മുടെ ഈ പറയുന്ന പരിശോധനാ ക്യാമറകൾ അതിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അവിടെ ഈ കക്കൂസിൽ നിന്നുള്ള പൈപ്പ് അങ്ങോട്ടേക്ക് തുറന്ന് അമേധ്യം ഒഴുകുന്ന ദൃശ്യങ്ങൾ ലൈവായി പ്രേക്ഷകർ കണ്ടതാണ്. ഞങ്ങൾക്ക് കുറ്റമില്ല, ഞങ്ങൾക്ക് വേസ്റ്റ് ഞങ്ങളുടെ ഇല്ല, ഞങ്ങളുടെ വേസ്റ്റ് ഞങ്ങൾ എവിടെ കൊണ്ട് കളയുന്നു എന്ന് പറയാൻ പറ്റുമോ? റെയിൽവേക്കും തുല്യമല്ലെങ്കിൽ കൂടിയും കൃത്യമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് യുവരാജ്. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. അല്ല ഹാഷ്മി, ഇതിനകത്ത് ഞാൻ റെയിൽവേയിൽ വളരെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് അനുസരിച്ചിട്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേക്ക് ഇന്ത്യയിൽ മുഴുവൻ ഒരൊറ്റ പോളിസിയാണ് ഉള്ളത് എല്ലാ വിഷയത്തിലും എന്നുള്ളതാണ്. അവർ ഏത് വിഷയം എടുത്തിരുന്നാലും ശരി തന്നെയാണ്, അവർക്ക് ഒരേ പോളിസി തന്നെയാണ് അവർ ഇന്ത്യ മുഴുവൻ പിന്തുടരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനായാലും കൊല്ലം റെയിൽവേ സ്റ്റേഷനായാലും ഇനി തിരുവനന്തപുരത്ത് തന്നെ ഇരിക്കുന്ന പേട്ട റെയിൽവേ സ്റ്റേഷനായിരുന്നാലും എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ് അവർ പോളിസി പിന്തുടർന്ന് പോകുന്നത്. ഖരമാലിന്യങ്ങൾ മുഴുവൻ ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് അവർ വളരെ കൃത്യമായിട്ട് പദ്ധതികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്, ഇനി രക്ഷയില്ല. റെയിൽവേ പറയുന്നു ഞങ്ങളുടേതായ ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാൻ എല്ലാവിധ അതിപ്പോൾ യുവരാജ് പറയുന്നതല്ല, ഇന്നലെ ADRM പറഞ്ഞതാണ്. DRM അത്ര ഉറപ്പിച്ച് പറഞ്ഞില്ല. കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നുണ്ട്. കോടതി പറയുന്നുണ്ട്, എന്താണ് പറയുന്നത്? അമിക്കസ് ക്യൂറെ വിടും. അമിക്കസ് ക്യൂറിയുടെ ചിലവ് 1.5 ലക്ഷമാണ്. 50,000 രൂപ റെയിൽവേ ഇടണം, 50,000 രൂപ നഗരസഭ ഇടണം, 50,000 രൂപ സർക്കാർ ഇടണം. അപ്പൊ കോടതി പറയുന്നുണ്ട് 3 പേർക്കും തുല്യ പങ്കാണ് ഇക്കാര്യത്തിൽ. തീർച്ചയായിട്ടും തുല്യ പങ്കാളിത്തം തന്നെയാണുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ബൾക്ക് വേസ്റ്റ് ജനറേറ്റർ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ ആക്ട് അനുസരിച്ച് തന്നെ അവിടുത്തെ സ്ഥാപനങ്ങൾ പരിപാലിക്കാനും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്താനും ഒക്കെയുള്ള ഉത്തരവാദിത്വം റെയിൽവേ ആക്ട് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വേണം അവരിത് ചെയ്യേണ്ടത്. നഗരസഭയുടെ ആമയിഴഞ്ചാൻ തോടിലൂടെ ഒഴുകി വരുന്ന ഒരു മാലിന്യവും അങ്ങോട്ടേക്ക് നിങ്ങൾ കടത്തണ്ട. അവിടെ നെറ്റ് സ്ഥാപിച്ച് മുഴുവൻ മാലിന്യം അവിടെ ബ്ലോക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മാലിന്യം വരാതിരിക്കുക, അതായത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മാലിന്യം വരാതിരിക്കാനുള്ള ജാഗ്രത എടുത്താൽ തന്നെ പകുതി പ്രശ്നം തീർന്നല്ലോ. താങ്ക് യു ശ്രീ MLA ശിവരാജ് ഗോകുൽ. ഇന്നലെ ADRM എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥ വന്നു പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ ഒരു കത്ത് നൽകിയിട്ടില്ല. വന്നു, ഒന്നിനു പിന്നാലെ 3 കത്ത് വന്നു. അതിനുശേഷം DRM വന്നു. DRM ആണ് കുറച്ചുകൂടി പക്വമായി കാര്യങ്ങൾ പറയുന്നത്. ഈ ദുരന്തമുണ്ടായ മണിക്കൂറിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ ദക്ഷിണ റെയിൽവേയുടെ വാർത്താ വാറോല വരുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ലേ ജോയിയെ, എല്ലാം നഗരസഭ ഉത്തരവാദിത്തമാണെന്ന് പറയുകയാണ്. സർ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക്, നിങ്ങൾ BJP എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കേന്ദ്രമന്ത്രിയോട് പറയണം, ഇവിടുത്തെ റെയിൽവേ ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി, അവരുടെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും ശ്രീ VK പ്രശാന്ത് ഉൾപ്പെടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം വരുന്നു. റെയിൽവേ സ്വന്തം, എനിക്കിപ്പോൾ ഇതിനകത്ത് റെയിൽവേ ന്യായീകരിക്കേണ്ടതോ റെയിൽവേ ഉദ്യോഗസ്ഥരെ ഡിഫെൻഡ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. തിരുവനന്തപുരം ഡിവിഷനിൽ ഇരിക്കുന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ബഹുഭൂരിപക്ഷവും ഇടതുപക്ഷ യൂണിയനിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ പോയി ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത എനിക്കില്ല, BJP-കാരനായിട്ടുള്ള എനിക്കില്ല. റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയിൽ അവിടെ വരുന്നത് കൂടിപ്പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് കൂടുതലായിട്ടും വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. നമ്മൾ തന്നെ പലപ്പോഴും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം, അവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എങ്ങും തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനുകളിലും നമ്മൾ കാണുന്നില്ല. ജനങ്ങൾ കൃത്യമായിട്ട് ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് അല്ല, മറ്റേ മാലിന്യങ്ങളായിരുന്നാലും ശരി തന്നെയാണ്, ഇടേണ്ട സ്ഥലത്ത് തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത്. നമ്മൾ ഡെയിലി ട്രെയിൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, നമുക്ക് അറിയാലോ റെയിൽവേ സ്റ്റേഷനുകൾ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ള കാര്യം. പിന്നെ ആരാണ് ഇതിനെ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ട് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് തട്ടുന്നത്? അപ്പൊ ഈ റെയിൽവേയിൽ അവിടെ ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ പരിഹരിച്ചു കഴിഞ്ഞാൽ 50% പ്രശ്നം പരിഹരിക്കുന്ന, പകുതി പ്രശ്നം പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഈ ഉറഞ്ഞുകൂടി അവിടെ ഇപ്പൊ ഹാഷ്മി തന്നെ പറഞ്ഞതുപോലെ പാറ പോലെ ഉറഞ്ഞുകൂടി കിടക്കുന്ന ഈ പറയുന്ന മാലിന്യങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഈ 10-12 കിലോമീറ്ററിൽ ഒഴുകി വരുന്ന മാലിന്യങ്ങളാണ്. ഇത് മാറ്റേണ്ടുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണെന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഇവിടെ ടാക്സ് മേടിക്കുന്നത്? റെയിൽവേ ആണോ തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടിയിട്ട് ടാക്സ് പിരിക്കുന്നത്?
അല്ലല്ലോ. ഈ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പൈസ മേടിക്കുന്ന ആരാ? റെയിൽവേ ആണോ മേടിക്കുന്നത്? അല്ലല്ലോ.